എല്ലാവർക്കും എന്നതുപോലെ എനിക്കും എന്റെ കുടുംബം വലുതാണ്. അത് തകരാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും. അവിടെ എന്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ. That man is a classic criminal. കലാസ്നേഹികളെ, അസ്ഥിക്ക് പുറകെ നടക്കുന്ന ബുദ്ധിസ്ഥിരതയില്ലാത്ത കുറച്ചുപേരുടെ കഥ 3-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. കാലം കുറെ അങ്ങ് കഴിഞ്ഞു കേട്ടു. നമ്മുടെ ജോർജ് ഒപ്പി ഒരു പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ക്ലാസിക് ക്രിമിനലിൽ നിന്ന് ക്ലാസിക് പണക്കാരനായിരിക്കുന്നു. പടം ഹിറ്റായാലെന്ത്, പണം വാരിയാലെന്ത്. ജനം നമ്മളെ ഒരിക്കൽ കുറ്റം വിധിക്കപ്പെട്ടവനായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത്ര നിസ്സാരമായൊന്നും നമ്മളെ നിരപരാധിയായി കാണില്ല. പൊതുവെ ശാന്തനും സഹായവുമായ ജോർജ് കുട്ടി ഇത്രയും കാലം കൂടെ നിന്ന് സഹായിച്ച ബ്രില്യന്റ് കാസ്റ്റിംഗ് ഡയറക്ടർ തീർത്തും അവഗണിച്ച ഒരു കാര്യം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞോട്ടെ, കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം. സോ പടം ഹിറ്റായത് കാരണം ഇന്റർവ്യൂവിന് വന്ന വീണ. സോ വി ഫാൻസ് ഹാപ്പിലി കാൾ ഹർ ബക്കറ്റ് സ്റ്റാർ. ആ ബക്കറ്റ് നീല ബക്കറ്റ് നല്ല ബക്കറ്റ് അത് പോയല്ലോ ബക്കറ്റ്. എന്നെ ബക്കറ്റ് സ്റ്റാർ നല്ലതല്ലേ. ഇണേച്ചി ഒരു ജേർണലിസ്റ്റ് ആണ്, പത്രം പ്രവർത്തിപ്പിക്കുന്നവളാണ്. ജോർജ് കുട്ടിയോട് പകയുള്ളവളാണ്. കാരണം അത് പറയാം. അതായത് ജോർജ് കുട്ടി ശരിക്കും തന്റെ കഥ തന്നെയാണല്ലോ നോവലും ഇപ്പൊ സിനിമയൊക്കെ ആക്കിയത്. അതേക്കുറിച്ച് ചൊറിയാനാണ് വീണ വന്നത്. ഈ സിനിമ ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയതാണെന്നുള്ള ഒരു സംസാരമുണ്ട്. അതായത് സാറിന്റെ കുടുംബത്തിൽ നടന്നൊരു സംഭവം ചില മാറ്റങ്ങൾ വരുത്തി പ്രസന്റ് ചെയ്തു എന്ന്. നല്ലൊരു കാര്യമാണ്. പൊതുവെ ചിത്തുവട്ടന്റെ സിനിമയ്ക്കൊക്കെ സീരിയൽ ലെവലാണെന്നാണ് അഭിപ്രായം. ഈ പടം എന്തായാലും ആ നിലവാരമല്ല. നമ്മൾ ഉള്ള കാര്യം ഉള്ള പോലെ പറയണല്ലോ, അതാണല്ലോ ഒരു ഇരിപ്പുവശം. നാട്ടിൻപുറത്തുകാരൻ ജോർജ് കുറ്റി ഇംഗ്ലീഷിൽ മോശമാണ്. Oh, great. So How much time? yeah, sure. Take your time. Time, then offer. Okay. പൊട്ടന് ലോക പൊട്ടനാണ്. ഇനി നമ്മുടെ ജോർജ് കുട്ടി മോക്ക് കല്യാണമൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ വിദേശത്തേക്ക് അയക്കില്ല. കാരണം ഒരു അബലയ കുടുംബത്തിന്റെ നാഥനായ താനില്ലാതെ, എന്റെ കൺവട്ടത്ത് കുട്ടികളും കുടുംബിനിയും ഇല്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന സംശയം. മാത്രമല്ല മോൾക്ക് വരുന്ന കല്യാണം നാട്ടിൽ ഏതോ നാറി മുടക്കി വിടുന്നുണ്ട്. മാനസിക രോഗത്തിന് ചികിത്സയിലാണെന്ന് അവരോട് ആരോ പറഞ്ഞത്. അയ്യോ, അത് അങ്ങനെയുള്ള ചികിത്സയൊന്നും അല്ല. പിഴയെന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത്രയും വലിയ തന്തയില്ലാത്തരം കാണിച്ച ക്രിമിനലായ തന്തയെ മക്കൾക്ക് സംശയം ഉണ്ടാവുക സ്വാഭാവികമല്ലേ? സ്വന്തം മക്കളുടെ സംശയത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാത്ത അപ്പൻ ഒരു കുടുംബ കലഹം അങ്ങ് വിളിച്ചുകൂട്ടി ചോദ്യോത്തരം നടത്തും. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളൊന്നുമില്ല അച്ഛാ. ഈ കേസ് എന്തായി, ഇത് അവസാനിച്ചോന്നറിയാനാ. ഞാൻ ആലോചിക്കുമായിരുന്നു, ജിത്തു ജോസഫിന്റെ ദൃശ്യം ഫസ്റ്റ് വമ്പ ഹിറ്റായപ്പോ അങ്ങേര് മക്കളും കുട്ടികളും ഒക്കെ ഇതുപോലെ പിടിച്ചെടുത്ത് ചോദിച്ചാണോ എന്തോ. അവൻ എവിടെ നിന്ന് കിട്ടിയെന്ന് ഈ ഐഡിയ? We buried a body. We never speak of this again. Deal. Got it. Yeah. പ്രാക്ടിക്കലി ബക്കറ്റ് സ്റ്റാർ ഈസ് ടോക്കിംഗ് ജോർജ് കുട്ടി ആൻഡ് ഫാമിലി. അയാൾക്കെതിരെ എന്തെങ്കിലും തെളിവ് കണ്ടെത്താൻ അഴുകാത്തൊരു ബക്കറ്റിലെ നിറഞ്ഞ വെള്ളം പോലെ മനസ്സ് നിറച്ച് പകയുമായി അവൾ ജോർജ് കുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പോയി കാണും. പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ അയാൾ. അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്. പോലീസ് മാത്രമല്ലടാ, കേരളക്കാരൻ മൊത്തം അങ്ങേരെ ഫാനാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ജോർജ് കുട്ടി അവന്റെ മകളെ സൈബർ സെക്യൂരിറ്റിയാണ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. വിദേശത്തേക്ക് അയക്കില്ല. യു നോ വൈ? ഐ നോ യു നോ വൈ. ഇവിടെ യൂണിവേഴ്സിറ്റി ഇല്ലാഞ്ഞിട്ടാണോ സിംഗപ്പൂർ പോകുന്നത്? സൈബർ സെക്യൂരിറ്റിക്ക് ആ യൂണിവേഴ്സിറ്റിയാ നല്ലത്. ശരിക്കും ഈ പൈറസി ഒരു വലിയ പ്രശ്നമാണ്. അറിയാലോ, ജോർജ് കുട്ടിയുടെ സിനിമ യൂട്യൂബിൽ റിലീസായി. അതിന്റെ പരാതി എടുക്കാൻ പാവം SP ഓഫീസിലൊക്കെ കയറി ഇറങ്ങിയാണ്. ഞങ്ങളുടെ സിനിമയുടെ ഒരു വ്യാജന ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു കാലത്ത് ജോർജ് കുട്ടിക്കെതിരെ മൊഴി പറഞ്ഞ പഴയ സാക്ഷി മാപ്പ് പറയാൻ വേണ്ടി വീട്ടിൽ വരും. അവരുടെ വിഷമം കണ്ട കൂർക്ക ബുദ്ധിക്കാരൻ ജോർജ് കുട്ടി അവരെ സഹായിക്കും. അങ്ങനെ അവരൊരു ബേക്കറിയൊക്കെ തുടങ്ങും. അതോടെ ജോർജ് കുട്ടിയുടെ അടിമയായി മാറും അങ്ങേരി. നിങ്ങളൊന്ന് നോക്കണേ ജോർജ് കുട്ടിയുടെ ബുദ്ധി. കടപ്പാടുന്ന തന്ത്രം ഇറക്കി പണം കൊണ്ട് ബോണ്ട് വെച്ച് ശത്രുക്കളെ മിത്രങ്ങളാക്കുന്ന മന്ത്രം. അത് ജോർജ് കുട്ടിയുടെ മാത്രം മന്ത്രമാണ്. അങ്ങനെ ഇരിക്കെ തന്റെ മോളുടെ കല്യാണം മുടക്കുന്ന ആ കല്യാണം മുടക്കിയുടെ നമ്പർ തേടി പിടിച്ച് കണ്ടെത്തി റിട്ടയർഡ് പോലീസ് സുഹൃത്തിന് കൈമാറും. ഒടുവിൽ ആളെ കണ്ടെത്തും. അത് ആരാണെന്നറിയാമോ? തനിക്ക് മാത്രമുള്ള കുടുംബം തന്നെ വിശ്വസിച്ച് കൂടെ നിന്ന ഈ പാവത്തിനെ താനല്ലേ ചതിച്ചത്? സഹായിച്ചതിന്റെ പേരില്ലേ എന്റെ ചേട്ടന്റെ ജോലി പോയി, എന്റെ മോളുടെ പഠിപ്പ് മുടങ്ങി. സാറിന് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ?
ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ എന്നാ എനിക്കത് ഓർമ്മയില്ല. ആ ഇതൊക്കെ അയാളോട് പറയാതെ വായിൽ വെച്ച് മിണ്ടാതിരുന്നിട്ട് ലാസ്റ്റ് ജോർജ് കുട്ടി മാനത്തിൽ നിന്ന് പൊട്ടി വീണ് ഇപ്പൊ നമ്മളെ സഹായിക്കൂന്ന് പറഞ്ഞിരുന്ന ഇതൊക്കെ എങ്ങനെയാണ് ഇത്രയും വലിയ ക്രിമിനൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ജോർജ് കുട്ടി അറിയണം? നീ ചെയ്തത് തെറ്റ്. വീണ്ടും കഥയുടെ ഗതി മാറുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു രാത്രി ജോർജ് കുട്ടി വരുണിന്റെ ബോഡി കുഴിച്ചിട്ട് സ്ഥലം ഓരോ ഒരു മൊന്ത് വെള്ളവുമായി വന്ന് രാത്രി കുഴിച്ചിട്ട് പോയേക്കണ്. ആരാണ് ചോദിച്ചത്? കണ്ടില്ലേ അത് വാഴയാമത്തായിച്ചേട്ടാ. വാഴയാണെങ്കിൽ എന്താ? വാ തുറന്ന് പറഞ്ഞൂടെ? അങ്ങനെ ഇരിക്കെ മറിമായം ബ്രോക്കർ ഒരു വിദേശ കല്യാണ ആലോചന കൊണ്ടുവരും. ബട്ട് ചെറുക്കന് ഒരു ചെറിയ ലൈറ്റ് ആയിട്ടൊരു പ്രശ്നമുണ്ട്. ആ മുതലല്ലേ ഈ നിൽക്കുന്നത്? അയ്യോ എന്നാ കേറുവാ. പൗഡർ തുടച്ചതാ കുഴപ്പമായത്. അയ്യോ ഇതല്ല ദേ ഇത് സംഭവം. അവന്റെ ഒരു ചെവിയിൽ എപ്പോഴും ഒരു ഹെഡ്സെറ്റ് വെക്കുന്ന ശീലമുണ്ട്. അതായത് അവന് ലോ BGM ഒന്നും കേൾക്കാൻ പറ്റില്ല, അവന് ഹൈ BGM മാത്രമേ കേൾക്കാൻ പറ്റൂ. അവൻ ആളും എടുക്കാനാണ്, നല്ല വലിയ ബിസിനസ്സുകാരനാണ്, വിദേശത്ത് വലിയ ബിസിനസ് ഒക്കെ ഉണ്ട്. മാത്രവുമല്ല പെണ്ണ് കിട്ടിയ പെണ്ണിനെ അങ്ങ് കൊണ്ടുപോകും. പക്ഷെ അത് താല്പര്യമില്ലാത്ത ആളാണ് ഈ ജോർജ് കുട്ടി. അതൃപ്തിയോടെ ആണെങ്കിലും ജോർജ് കുട്ടി അത് സമ്മതിക്കും. തന്റെ കുടുംബ പുസ്തകത്തിലെ 10 നിയമങ്ങളിൽ ഒന്നാണ് വിദേശ പഠനവും വിദേശ കല്യാണവും. എന്തിന് ജോർജ് കുട്ടി തെറ്റിക്കണം? സോ ഇനി ഈ വീണ ജോർജ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇന്ന് അമുറുകെ പിടിച്ചിരുന്നു. ഇവൾ ജോർജ് കുട്ടിയെ സ്റ്റോക്ക് ചെയ്ത് ഒടുവിൽ വണ്ടി കേടായെന്നും പറഞ്ഞ് ജോർജ് കുട്ടിക്ക് മറ്റൊരു സ്കെൽറ്റൻ എടുത്തു കൊടുത്ത കുഴിവെട്ടുകാരന്റെ വീട്ടിലെത്തും. എന്നിട്ട് വീട്ടിൽ കയറി ഒരു ബക്കറ്റ് വെള്ളം ചോദിക്കും. ആ ബക്കറ്റ് നീല ബക്കറ്റ് നല്ല ബക്കറ്റ്. ഇനി ഒരു ക്യാമിയോ ആകാം. തീർന്നില്ല, ഒരെണ്ണം കൂടി ആകാം. അല്ലേ വേണ്ട, അതിന് മുന്നേ ഒരാളെ കാണാം. ഓക്കെ, ഇനി ക്യാമിയോ. Alright guys, moving forward. അങ്ങനെ നമ്മുടെ അൻസിബ മോളുടെ കല്യാണം ഉറപ്പിക്കുകയാണ്. വീട്ടുകാർക്ക് എല്ലാം അറിയാം, അവരെല്ലാം സമ്മതിക്കുന്നു. മെയിൻവെൽ നമ്മുടെ സഹദേവൻ ചോരക്കണ്ണൻ അവൻ അൻസിബയെ ചികിത്സിക്കുന്ന ഡോക്ടറെ കയറി ഭീഷണിപ്പെടുത്തി അവളുടെ ചികിത്സയുടെ ഫുൾ ഫയൽ റിപ്പോർട്ട് എടുത്തോണ്ട് പോകും. ഈ നാറിയ കളിയെ കളിക്കുന്ന സഹദേവനാണെന്ന് മനസ്സിലാക്കിയ ജോർജ് കുട്ടി സഹദേവന്റെ വീട്ടിൽ ചെല്ലും. കണ്ണീന്ന് വെള്ളം എടുക്കാറുണ്ടോ? ഞങ്ങൾ കിണറ്റിന് വെള്ളം എടുക്കും. ഞാൻ ചോദിച്ചത് വെയിലത്തിറങ്ങുമ്പോ കണ്ണീന്ന് ഉണ്ട് സാർ, എനിക്ക് അങ്ങനെ വരാറുണ്ട്, പലപ്പോഴായിട്ട് അങ്ങനെ വരാറുണ്ട്. ബക്കറ്റൊക്കെ പോയ പോക്കുണ്ട്. അവരെങ്ങോട്ടാണ് പോയെന്ന് ചോദിക്കില്ല. ബക്കറ്റും കൊണ്ടൊരു പോക്കാണ് ബഹിരാകാശത്തോട്ട്. കൂടുകൂടി സൂര്യന് കുറച്ച് വെള്ളം ഒഴിച്ച് തണുപ്പിക്കാൻ വല്ലതും പോയതായിരിക്കും. ഇനി മഷിയിട്ട് മാഞ്ചസ്റ്ററിൽ നോക്കിയ പോലും കിട്ടൂലല്ലോ. അതുമാത്രമല്ല, അവൻ നേരെ കുഴിവെട്ടുകാരന്റെ കൊങ്ങയെ കയറി പിടിക്കും. എന്നിട്ടൊന്ന് ലൈറ്റ് ആയിട്ട് വരുണന്റെ ശവം എവിടെടാന്ന് തിരക്കും. ഇനിയാണ് ദൃശ്യം അതിന്റെ തനി സ്വരൂപത്തിൽ നിന്ന് മാറി വെറും ഒരു കൊമേഴ്ഷ്യൽ പടമായി മാറിയിരിക്കുന്നത്. ദൃശ്യത്തിന്റെ സത്ത നശിച്ചതായി തോന്നിയത് എനിക്ക് ഇവിടെ മുതലാണ്. ഈ സഹദേവൻ മറ്റൊരു പങ്കനായ സിദ്ദീഖിന്റെ അടുത്തെത്തും. ഒരു പഴയ വരുൺ കേസ് കുത്തിപ്പോക്കാൻ മുരളി ഗോപി ഏട്ടനോട് പറയും. അവിടെയാണ് 2 ട്വിസ്റ്റ് ഒറ്റയടിക്ക് നമ്മളിലേക്ക് എത്തുന്നത്. ഒന്ന് വരുണിന്റെ ശരീരം ആസിഡ് ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത ശേഷം അവന്റെ കൂട്ടത്തിലെ കട്ടിയുള്ള കമ്പിയായ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് മാറ്റി ഭസ്മമാക്കി സിദ്ദീഖിന് ഒഴുക്കാൻ കൊടുക്കും ജോർജ് കുട്ടി. ബട്ട് അതുകൊണ്ട് മാത്രം തീർന്നില്ല. ഭസ്മം ഒഴുക്കെങ്കിലും വീട്ടിലിരിക്കുന്ന ഭാര്യ ഇപ്പോഴേ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി. ഭാര്യയും കൂടി ഇങ്ങനെ ആയതും സിദ്ദീഖിന് ആകെ വിട്ട്. എടാ സിദ്ദീഖ്, എന്റെ മോൻ ഇതിനകത്ത് മാർപ്പാപ്പയൊന്നും അല്ലായിരുന്നല്ല. അവനെ ഇവര് കൊന്നില്ലായിരുന്നെങ്കിൽ ഞരമ്പ് രോഗം മൂത്തവൻ ചത്തേനെ. സവാദിന്റെ സ്വഭാവമുള്ള മക്കളെ നിങ്ങൾക്ക് വേറെ ഉണ്ട്. ഇനി നമുക്ക് കല്യാണം ഉറപ്പിച്ച സ്ഥിതിക്ക് കല്യാൺ ജുവലേഴ്സ് തൊടുപുഴയിൽ തന്നെ പർച്ചേസ് ചെയ്യാം. സ്വർണം കല്യാൺ ജുവലേഴ്സിൽ നിന്ന് എടുക്കണം. കല്യാൺ ജ്വല്ലേഴ്സ് തൊടുപുഴയിലുണ്ടല്ലോ. ചേട്ടാ, ഈ ദൃശ്യം ഫ്രാഞ്ചൈസിക്കൊക്കെ കല്യാൺ ജുവലേഴ്സിന്റെ ആടിന്റെ ആവശ്യം ഉണ്ടാടേ. സംഭവം നമ്മുടെ സിദ്ദീഖിന് ജോർജ് കുട്ടിയുടെ മോള് കല്യാണം കഴിച്ച് വിദേശത്തൊക്കെ പോയി സെറ്റിൽ ആയി കഴിഞ്ഞാൽ പിന്നെ അവളെ ഇവിടെ കിട്ടൂലല്ല. ഇവര് സന്തോഷത്തോടെ ജീവിക്കണം, അവര് കുടുംബം തകർന്നും ജീവിക്കണം. അത് അവനെ അലട്ടി അവന്റെ ഉള്ളിലെ പക വലുതാക്കി ജോർജ് കുട്ടിയും ടീമിനെ പൂട്ടാനുള്ള പദ്ധതി തയ്യാറാക്കും. അത് പ്രകാരം ഒരു കാര്യവുമില്ലാത്ത പോലീസ് വന്ന് പഴയ കേസും പറഞ്ഞ് ഇവരെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള പരിപാടി തുടങ്ങും. പക്ഷെ ബുദ്ധിമാനായ ജോർജ് കുട്ടി ഇവരെക്കാൾ 5 കിലോമീറ്റർ മുന്നെയാണ്. അങ്ങനെ ആ കല്യാണം നടക്കും.
എന്നാലും നമ്മളെ സിദ്ദീഖേട്ടാ, ഒന്നിനും രണ്ടിലും നിങ്ങൾ ആരായിരുന്നു? നിങ്ങളുടെ നിസ്സഹായത എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇതിപ്പോ നിങ്ങൾ ക്ലാസിക് ക്രിമിനലായ ജോർജ് കുട്ടിയെ തകർക്കാൻ ക്ലാസിക് വില്ലനായി മാറിയിരിക്കുകയാണ്. ഇതെല്ലാം ഇങ്ങയുടെ പ്ലാൻ ആയിരുന്നു അത്രേ. നിങ്ങൾ എല്ലാവരും കരുതുന്നത് പോലെ ഈ ജോർജ് കുട്ടി അങ്ങനെ അതിബുദ്ധിമാനായ ഒരു ക്ലാസിക് ക്രിമിനൽ ഒന്നും അല്ല സർ. എടാ, ഈ പടത്തിന്റെ ഒറിജിനാലിറ്റി തന്നെ ഒരു നാച്ചുറൽ ഫ്ലോ ആയിരുന്നു. ഇതിപ്പോ എവിടെയോ ഉള്ള ഒരുത്തിനെ ബിസിനസ് തകർന്ന് അത് ഇവൻ പോയി പൊക്കിയെടുക്കും, എന്നിട്ട് അവനെ ബസ് കയറ്റി ഇവിടെ കൊണ്ടുവന്ന് ഇറക്കും. ജോർജ് കുട്ടിയുടെ മോൾക്ക് കല്യാണം ആലോചിക്കാൻ വേണ്ടി ഇയാൾ എന്നെ കുറെ ബ്രോക്കർമാരെ പൈസ കൊടുത്ത് ഇറക്കും. ചിലപ്പോ ശരിക്കുള്ള കല്യാണ ബ്രോക്കർ സിദ്ദീഖാണ്, മറ്റവരെല്ലാം സിദ്ദീഖിന്റെ ബിനാമിയാണെന്ന് തോന്നുന്നു. പക്ഷെ സിദ്ദീഖിന്റെ ജോർജ് കുട്ടീനെ തീരെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത്. അതായത് സിദ്ദീഖിന്റെ പ്ലാൻ പ്രകാരം ഇവളെ കല്യാണം കഴിഞ്ഞ ഉടനെ ഫസ്റ്റ് നൈറ്റ് ഒരു റിസോർട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോഴേ അമ്മ പറഞ്ഞത് കേട്ടാ പോരായിരുന്നു, നീന അപ്പോഴേ പറഞ്ഞാണ് പോവണ്ടെന്ന്. പറഞ്ഞിട്ട് കാര്യം. ഇവർ രണ്ടുപേരും മിസ്റ്റി മൗണ്ടൻ റിസോർട്ടിലേക്ക് പോകുന്നു. അതൊന്നും പറ്റില്ല. കോട്ടേജിലെത്തിയാൽ അവര് ആ പെൺകുട്ടിയെ ഡ്രഗ് ചെയ്ത് ഉറക്കിക്കിടക്കും. എന്നിട്ട് സഹദേവന്റെ സഹായത്തോടെ അവരെ ആ പെൺകുട്ടി അപായപ്പെടുത്തി എന്ന് വരുത്തി തീർക്കാൻ ആവശ്യമായ തെളിവുകൾ ആ മുറിയിൽ സൃഷ്ടിക്കും. എന്തായാലും ഇതെല്ലാം സിദ്ദീഖിന്റെ പ്ലാനാണ്. അത് കഴിഞ്ഞ് അപകടം പറ്റിയെന്ന് പറഞ്ഞാൽ ജോർജ് കുട്ടി റിസോർട്ടിലേക്ക് ചെന്ന് വാതിൽ തുറന്ന് അകത്ത് കയറും. അവിടെ വെച്ച് ആ പയ്യനെ ഇവള് ഉപദ്രവിച്ചതാക്കി തീർക്കാനാണ് സിദ്ദീഖിന്റെ ഒക്കെ പ്ലാൻ. പക്ഷേ ഇതൊന്നും അല്ല അവിടെ നടക്കുന്നത്. മാത്രമല്ല ഈ പരിപാടിയെല്ലാം നടന്നു കഴിഞ്ഞാൽ മറ്റേ കല്യാണം ചെറുക്കനെ 250 ഇന്ത്യക്കാർ മാത്രമുള്ളൊരു രാജ്യത്തേക്ക് കടത്തും അത്രേ. എടാ, 250 പേരുള്ള രാജ്യവും. എടാ, 250 പേരും മലപ്പുറത്ത് ഒരു കുടുംബത്തിൽ തന്നെ കാണൂലടാ. ഇതിലും ഭേദം അവനെ ജയിലിലിട്ടാ പോരായിരുന്ന മോണ്ടോ. കഥയിലെ ട്വിസ്റ്റ് ജിത്തോ അല്ലെങ്കിൽ അവസാനമാണല്ലോ പിടിക്കണം. എങ്കിൽ ഇന്ന് അപ്പിടിച്ചോ ട്വിസ്റ്റ്. സിദ്ദീഖിന്റെ പ്ലാൻ പ്രകാരം എല്ലു ബാസു അൻസിബയ്ക്ക് ഉറക്കാൻ മരുന്ന് കൊടുക്കും. ബട്ട് അവൾ ഉറങ്ങൂല. അവൾ എന്തോ ശബ്ദം കേട്ട് ഉണരും. അപ്പോഴേക്കും ജോർജ് കുട്ടി എത്തുന്നു, പോലീസ് പൊക്കുന്നു. ഇത് മൊത്തം കുഴപ്പമാക്കിയ സഹദേവനാണത്രേ. അവൻ അവളെ ഉപദ്രവിച്ചു. ആ ദേഷ്യത്തെ അവൾ അവനെ കൊന്നു. ബോഡി ജോർജ് കുട്ടി അവന്റെ പറമ്പിൽ കുഴിച്ചിട്ടു. ആരുടെയും ജീവൻ എടുത്തിട്ടുള്ള കളിയൊന്നും നമുക്ക് വേണ്ട. ഓ സിദ്ദീഖ് പാപം. നീ ആരാണെന്നൊക്കെ നമുക്കറിയാം. മാങ്ങ കാണുമ്പോൾ നല്ലതായിരിക്കാം, പക്ഷെ അത് മുറിച്ച് നോക്കിയാലേ നമ്മൾക്ക് അറിയാൻ പറ്റുള്ളൂ കേടാണോ നല്ലതാണോ. അതേപോലെയാണ് മനുഷ്യന്റെ സ്വഭാവം. ഇനി ഞാനൊരു സത്യം പറയട്ടെ, കേട്ടോ. ബുദ്ധിമാനായ ജോർജ് കുട്ടി ഇതൊരു ട്രാപ്പാണെന്ന് മനസ്സിലാക്കി സഹദേവൻ തന്റെ വീട്ടിലേക്ക് എത്തുന്ന സമയം ട്രാക്ക് ചെയ്ത് പോക്കും. ഇത് ബെൻസ് അല്ലേ? അതായത് ലവനില്ലേ, കല്യാണ ചെറുക്കനെ കൊന്ന് ജോർജ് കുട്ടിയുടെ പറമ്പിൽ കുഴിച്ചിടാനായിരുന്നു സഹദേവന്റെ പരിപാടി. ഇത് മനസ്സിലാക്കി സഹദേവന്റെ ബെൻസ് അടിച്ച് കാലൊടിക്കും. ബട്ട് നിങ്ങൾക്ക് തോന്നും ഇത്രയും പകയുള്ള ക്രൂരനും ചോരക്കണ്ണനുമായ സഹദേവൻ നിസ്സാരമായി സത്യമൊക്കെ അങ്ങ് വിളിച്ച് പറയുന്ന ആ പയ്യനെ ഒളിപ്പിച്ചേക്കണത് എവിടെയാണെന്ന് പറയുന്ന ജോർജ് കുട്ടി, ഞാൻ എല്ലാം പറയാം. എല്ലാ സത്യവും ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതോടെ തെളിവായി. ഒടുവിൽ ഇതിനൊരു അവസാനം വേണമെന്ന് മനസ്സിലാക്കിയ ജോർജ് കുട്ടി 5 വർഷം സ്വയം ശിക്ഷ ഏറ്റെടുത്ത് ജയിലിലേക്ക് പോകാൻ തീരുമാനിക്കും. പക്ഷെ സിദ്ദീഖ് അടുത്ത് ജോർജ് കുട്ടി അംഗീകരിക്കാൻ വലിയ ഈഗോ പ്രോബ്ലം ആണ്. ഇങ്ങ് വാ, അത് ഞാൻ തീർത്ത് തരാം. ഇനി എന്റെ മകളുടെ പിന്നാലെ വന്നാൽ കൊന്നുകളെ ഞാൻ. But wait guys, there is a twist. അതായത് ആ മണ്ടൻ സഹദേവ് ഒന്നും ചെയ്തില്ല. അവളെ മോളെ വ്യക്തിമാക്കാനും സഹദേവനെ ജയിലിൽ അടയ്ക്കാനും സ്വന്തം മോളെ ജോർജ് കുറ്റി തന്നെ. ഈ സത്യങ്ങളെല്ലാം ഇവരോട് വിളിച്ചു പറയുന്നത് ആരാണെന്ന് അറിയാമോ? കല്യാണ ചെറുക്കൻ രാമേശ്വരത്ത് ഏതോ കഫേയിൽ ഇരിക്കുകയാണ്. കടലിന്റെ നടുക്കൊരു ബോട്ടിലിരുന്ന് വിളിച്ചു പറയും, എടാ ഉള്ള ജീവനും കൊണ്ട് പോയി രക്ഷപ്പെടാൻ നോക്കണ. നീ വിചാരിക്കണ ആളല്ല ജോർജ് കുട്ടി. വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടവനോടാവരുത്. അതോടെ ഈ സിനിമ എങ്ങനെയെങ്കിലും തീരുമെന്ന് വിചാരിച്ചോണ്ടിരിക്കവേ എനിക്ക് അവളെ വേണം. പേഴ്സണൽ ഒപ്പീനിയൻ ഉള്ളി. ഈ പടം നല്ലൊരു ശ്രമമായിരുന്നു. ഒരു നല്ല സിനിമ തന്നെയാണ്. ദൃശ്യം ഫ്രാഞ്ചൈസിലെ 1, 2, 3 പോലെ തന്നെ ഇതിന് 3ാം സ്ഥാനം തന്നെ നൽകാൻ സാധിക്കൂ. എനിക്ക് ശരിക്കും ദൃശ്യം സിനിമയുടെ സത്ത ചോർന്നു പോയതുപോലെ തോന്നി. അടുത്ത ഭാഗത്തിലേക്കുള്ള മരപ്പാലമായി മാത്രമാണ് ഫോഴ്സ്ഡ് ആയ കഥ, അൺനാച്ചുറൽ ആയുള്ള ചേഞ്ചസ് അത് സിറ്റുവേഷനിലൂടെ ക്രിയേറ്റ് ചെയ്ത് ഒപ്പിച്ചെടുത്തതായി ഞാൻ വിലയിരുത്തുന്നു. നിങ്ങളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങളും വിയോജിപ്പുകളും കമന്റ് ബോക്സിൽ തുപ്പി വെക്കും. Love you.